ജീവിതത്തിൻ വീതിയിൽ ഞാൻ വീണുപോയാലും സ്നേഹിതനമേശുവൻ്റെ കൂടെയുണ്ടല്ലോ. ഇരുൾ നിറയും യാത്രയിൽ ദിശ മറന്നാലും വെളിച്ചമേകി യേശു എന്നെ വഴി നടത്തിയിടും. എന്നുമുണ്ടല്ലോ യേശു ഉണ്ടല്ലോ, കൂടെയുണ്ടല്ലോ. ദുഃഖവും കഷ്ടവുമെല്ലാം മറന്ന് ആർത്തു പാടിടാം. സ്തോത്രം. ഇന്ന് പകൽക്കാലവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലും എനിക്ക് ധൈര്യം നൽകുന്ന, സമാധാനം നൽകുന്ന ഒരു ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ വലിയൊരു വാഗ്ദത്തം നമുക്ക് നൽകുന്നു. ഇതാ ഞാൻ നിന്നോട് കൂടെ പോരും, ഭ്രമിച്ച് നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ താങ്ങും. ആമേൻ. സ്തോത്രം. ഈ വലിയ വാഗ്ദത്തം നിങ്ങൾക്ക് ആശ്വാസമാകും. പരിശുദ്ധാത്മാവ് ഇത് നിങ്ങളുടെ ഹൃദയ പലകകളിൽ എഴുതപ്പെടട്ടെ. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഈ നല്ല ദൈവത്തിൻ്റെ മക്കളായി നമ്മൾക്ക് തീരാം. സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഈ ലോകത്ത് ജീവിക്കാം. ആകുലതയും കഷ്ടതയും നിറഞ്ഞ ഈ ലോകത്തിൽ സമാധാനം നൽകുന്ന, ആശ്വാസം നൽകുന്ന, ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ശക്തമായി ക്രിയ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, യേശുവിൻ്റെ നാമത്തിൽ യഹോവയായ ദൈവത്തിൻ്റെ അരികിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നപ്പാ, ഇന്ന് പോലും അങ്ങയുടെ ആശ്വസിപ്പിക്കുന്ന വചനം അവിടുന്ന് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആ വചനത്തിൻ്റെ ശക്തിയിൽ ജീവിപ്പാൻ പിന്നെ മക്കൾക്ക് കൃപ കൊടുക്കണമേ. എല്ലാവരെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഐശ്വര്യത്തോടെയും സമ്പന്നതയോടെയും ആരോഗ്യത്തോടെയും യേശുവിൻ്റെ നാമത്തിൽ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. ആമേൻ. എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ഐശ്വര്യമായി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ.